ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് വെച്ചാൽ രാവിലത്തെ കുറച്ച് കലാപരിപാടികളാണ്. മക്കൾസിനെ സ്കൂൾ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പം തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ ഇവരെ സ്കൂൾ പറഞ്ഞേക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കൽ. ഇന്ന് ഞാൻ എല്ലാം ഒന്ന് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ തലേന്ന് രാത്രി തന്നെ ഇവരെ കൊണ്ട് ഞാൻ ക്ലീൻ ആക്കും കേട്ടോ. എന്തായാലും ഇവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അലങ്കോലാക്കി ഇടും. പിന്നെ രാത്രി ഞാൻ ഇവരെ കൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യിപ്പിക്കും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ യൂണിഫോം എല്ലാം അന്നേരം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കേണ്ടതെല്ലാം അലക്കും, അല്ലെങ്കിൽ അത് പിന്നെ ഡിലേ ആയിപ്പോവും. നമ്മൾ കുറേ ആളുകളുണ്ട്, ഞാനിപ്പോൾ 2 സ്റ്റാൻഡ് ഒന്ന് എക്സ്ട്രാ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം തണുപ്പായതുകൊണ്ട് ബാൽക്കണിയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഉണങ്ങി കിട്ടുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു പണി എന്ന് വെച്ചാൽ ഈ പ്രിൻ്റ് എടുക്കലാണ്. ഇവരിത് 3 ആളതും ഇഷ്ടംപോലെ പ്രിൻ്റ് എടുക്കാനുണ്ടാവും. ഇത് ഇളയ മോളതാണ്, ഉസ്താദ് വാട്സപ്പിൽ ഇട്ട് തരും. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ട് ഓളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമ്പം ഭയങ്കര ഒരു എക്സാം ഫീൽ കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ സ്കൂളത്തെ ഉണ്ടാവും. ഇവരെ 3 ആളെയും പ്രിൻ്റ് എടുക്കാൻ പോയപ്പം പ്രിൻറ്റിങ് മെഷീൻ വാങ്ങിയിട്ടാണ് വന്നത്. നമ്മൾ സെക്കൻഡ് മേടിച്ചതാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ഉപകാരമായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കളർ പ്രിൻ്റ് ആയിട്ടും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം പാസ്പോർട്ടും കാര്യങ്ങളിലും നമുക്ക് ഫോട്ടോ കോപ്പി ആയിട്ട് എടുക്കാനെല്ലാം പറ്റും. അത് A4 പേപ്പറിലാണ്. ഇതുവരെ അതിലേ നോക്കിയിട്ടുള്ളൂ. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. ഞാൻ തലേന്ന് തന്നെ മസാല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അയില വെച്ചിട്ടുള്ള മസാലയാണ്. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ കുറേ ഡിലേ ആവും. ഇത് പുലർച്ചക്ക് 5:30 മണിയാണ്. എന്തായാലും ഈ ടൈമിന് എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം രാത്രി അട ഉണ്ടാക്കാന്നുള്ള പ്ലാൻ ഉണ്ട്. മീൻ വെച്ച പത്തിൽ അങ്ങനെ നമ്മൾ പറയുക. ഭയങ്കര ഇഷ്ടമാണ് മക്കൾസിനെല്ലാം. അവർക്ക് കഴിക്കാനും സ്കൂൾ കൊണ്ടുപോകാനും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വായില കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഫോയിൽ കൊണ്ടാണ് ഉണ്ടാക്കൽ. വായില കിട്ടും വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ. ഇവിടെ ചെറിയ നെസ്റ്റോലി ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ മുന്നേ മേടിച്ചിട്ടുണ്ട്. അത് ഒറോട്ടിപ്പത്തിൽ ചുടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതെന്തായാലും ഇതിനെടുത്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോവും. അതുകൊണ്ട് തന്നെ അരി ആമീസിൻ്റെ പൊടിയാണ്. ആമീസിൻ്റെ പത്തൽ പൊടി ഞാൻ തലേന്ന് തന്നെ കുഴച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല പിന്നെ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചിട്ടില്ല. രാത്രി ലേറ്റായിട്ട് ഉണ്ടാക്കിയോണ്ട് പോയിപ്പോന്നുമില്ല. അവർ ഉച്ച ഒരു 12 മണിക്ക് അങ്ങനെ കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് വായില തീരെ കിട്ടാനില്ല. ഒരു 2014-13 ടൈമിനെല്ലാം എനിക്ക് ഒരാളാണ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ ഒരു ഫോയിലിൽ ഇങ്ങനെ വെച്ചാൽ മതി, മീൻ വെച്ച പത്തിലായാലും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിലല്ല അതെല്ലാം ഇങ്ങനെയും ഞാൻ ഉരുട്ടി വെക്കൽ. മീൻ വെച്ച പത്തിലെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടിനേനും, പക്ഷെ അത് സൗണ്ടൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ വീഡിയോ ക്ലാരിറ്റി ഒന്നും ആ ടൈമിന് ഉണ്ടായിട്ടില്ല, ഇതിൻ്റെ യൂട്യൂബ് തുടങ്ങിയ ഫസ്റ്റ് ടൈമിന്. ഇനി ഞാൻ ഇൻഷാ അല്ലാ ഞാൻ എപ്പോഴെങ്കിലും ഇടാം. പിന്നെ ഈ ഒരു ആവി ചെമ്പിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ട് അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തട്ടുണ്ട്. അങ്ങനെ 3 തട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ 2 വെക്കലുള്ളൂ. 2 വെച്ചാൽ കറക്റ്റ് വേവായി കിട്ടും. 3 വെച്ചാൽ ചിലപ്പോൾ മൂന്നാമത്തേൽ വെന്ത് കിട്ടണമെന്നില്ല. ഇതിൽ ഞാൻ 3ഓ 4ഓ ചെറുതായതുകൊണ്ട് ഞാൻ 4 വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. 5-6 മിനിറ്റ് വേഗം വെന്ത് കിട്ടും. മക്കൾസിന് മെയിനായിട്ട് കറികളൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം. മസാല നൂൽപ്പെട്ട്, മീൻ വെച്ച പത്തിൽ, അതുപോലെ തന്നെ ബസ്മതി അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ്. അത് ഞാൻ ചിലപ്പം ഒന്നും ഇടാണ്ട് തന്നെ പ്ലെയിനായിട്ട് മുട്ട എല്ലാം വെച്ചിട്ട് മുട്ടച്ചോറായിട്ടെല്ലാം കൊടുക്കും. നമ്മൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടാലെ തന്നെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് 2 ആക്കും 1 വേണ്ടുള്ളൂ. അമ്മനിപ്പോൾ 2 കൊടുത്തിട്ടുണ്ട്. അവന് 2 ഇത് ചെറുതല്ലേ. പിന്നെ മാത്രമല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ 2ാമത്തെ തട്ടിൽ മസാല കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് മസാല അധികം വേണ്ടയില്ല, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് നീക്കം ചെയ്യും. അമ്മന് നന്നായിട്ട് എരിവാണ്, അതുകൊണ്ട് ഓനിക്ക് നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. ഇവർക്ക് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ടാണ് വേണ്ടത്. ഒരു കഴിക്കുമ്പോൾ തന്നെ കത്തി കൊണ്ട് മുറിച്ചിട്ട് കഴിക്കും കേട്ടോ. എനിക്ക് മസാല നേരത്തെ ഉണ്ടാക്കിയതും അരി കുഴച്ച് വെച്ചാലും കൊണ്ട് ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ ഇത് പരത്തിയിട്ട് ആവിച്ചമ്പിൽ വെക്കേണ്ട പണിയേ വന്നിട്ടുള്ളൂ. ചില ടൈമിന് ഇപ്പം തണുപ്പല്ലുള്ളതുകൊണ്ട് നമ്മളോട് അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പം ഒരു 5:30 മണിക്കെല്ലാം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിയൂല. കാരണം കറി ഉണ്ടാക്കണമായിരിക്കും. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലാണ് ആ ഒരു ടൈമിന് മൊത്തത്തിൽ കൺഫ്യൂഷനായിരിക്കും. ഇവർക്ക് സ്നാക്സ് കൊടുക്കണം, ലഞ്ച് കൊടുക്കണം, ടൈമിന് ഒന്നും തിരിയൂല. ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, എന്താക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മാക്സിമം തലേന്ന് തന്നെ ആക്കി വെക്കും. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാലാണ് പെട്ട് പോവുക. കാരണം ഞായറാഴ്ച ലീവുള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ചിലപ്പോൾ ലേറ്റ് ആവും. ആ ടൈമിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഫ്രൈഡ് റൈസ് എല്ലാം ആണെങ്കിൽ വെജീസും കാര്യങ്ങളെല്ലാം ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ ചോറും ആക്കി വെക്കും. മിക്സ് ആക്കലെല്ലാം പുലർച്ചക്കാണ് ചെയ്യൽ. അതെല്ലാം ഇപ്പം തുടങ്ങിയതാണ്. ആദ്യം ഇങ്ങനെയൊന്നും ചെയ്യല് 4:30 മണിക്ക് 5 മണിക്കെല്ലാം എണീറ്റിട്ട് ഞാൻ ചെയ്യലേനും. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ഡിലേ ആയി പോന്നേ. മക്കൾസ് എണീറ്റിട്ട് അവർ യൂണിഫോം എല്ലാം മാറ്റി, നിസ്കാരമെല്ലാം കഴിഞ്ഞ് യൂണിഫോം എല്ലാം മാറ്റി നിന്നിട്ടുണ്ട്. ഇളയമോള് മാത്രമാണ് അവളൊന്ന് ഡിലേ ആവുക, കാരണം മോൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇനി 3 ആളെ ടിഫിൻ ബോക്സും പാക്ക് ചെയ്യുന്നുണ്ട്. ആ വെള്ളമെല്ലാം നന്നായിട്ട് ഞാൻ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട്
സ്നാക്സ് ബോക്സിലാണ് രണ്ടാൾക്ക് കൊടുക്കുന്നത്. കാരണം ഈ ഒരു അടയായതുകൊണ്ട് തന്നെ സ്നാക്സ് ബോക്സ് മതി, വെറുതെ വലിയ ടിഫിൻ ബോക്സ് ഒന്നും എടുക്കണമെന്നില്ല. അമ്മന് മാത്രമേ ടിഫിൻ ബോക്സ് എടുത്തിട്ടുള്ളൂ, കാരണം 2 അട വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഒരടയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ വീണ്ടും ഒരട പകുതിയാക്കിയിട്ട് ആ 2 പീസ് ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്നെന്ന് പറയുമ്പോൾ അത്രയും സോഫ്റ്റാണ്, നെയ്സാണ്, വേഗം തീർന്നു പോവും. പിന്നെ അമ്മന് പഴം കൊടുത്തിട്ടുണ്ട്, ഫിലിപ്പീനി പഴമാണ്. ഇവർക്ക് 2 ബ്രേക്ക് ഉണ്ട്. അപ്പം സ്നാക്കായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. തീരെ ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റാണ് കൊടുക്കൽ. വാട്ടർ ബോട്ടിൽ വെള്ളമെല്ലാം അമ്മന് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇളയ മോക്ക് പിന്നെ അവൾ 12 മണിക്ക് എത്തുന്നതുകൊണ്ട് കുറച്ചേ വെള്ളവും വേണ്ടുള്ളൂ, സ്നാക്കായിട്ടൊന്നും കൊടുക്കണമെന്നില്ല. സ്നാക്ക് ടൈമിന് ഓള് ഈ അട തന്നെയാണ് കഴിക്കുക. ചിലപ്പം സ്നാക്ക് എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വേണമായിരിക്കും കേട്ടോ. അപ്പോൾ 2 കൂടി കൊടുക്കും. അത് ബസ്സിൽ നിന്നെല്ലാം കഴിക്കലാന്നാണ് പറയൽ. എല്ലായിടത്തും ഞാൻ ടിഫിൻ ബോക്സിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 6:40 41 ഇപ്പം ബസ് വരുത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ മിസ് കോളും കാര്യങ്ങളൊന്നും അടിക്കൊന്നുമില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ റൂട്ട് ഉണ്ടാവും, ആ ലൈവ് ലൊക്കേഷൻ നോക്കിയിട്ട് ബസ് വരുന്ന ടൈമിന് അവർ താഴെ വന്ന് നിൽക്കല ചെയ്യുക. 6:45 നേരം വെളുത്തിട്ടൊന്നുമില്ല, ഇതിലും ഇരുടായിട്ടേനുള്ളത്. തണുപ്പുള്ള കൂടിയ സമയത്ത് ഇളയ മോക്ക് വിൻ്റർ ഡ്രസ്സ് സ്കൂളിൽ നിന്ന് തന്നെ തന്നതാണ്. അത് ഇനി തണുപ്പ് മാറുന്നവരെ മാറി മാറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യല്. മക്കൾസിന് സ്കൂളിൽ പറഞ്ഞേച്ച് ഇനി അടുത്ത പരിപാടി ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിക്ക് പറഞ്ഞേക്കലാണ്. പരുത്തിപ്പത്തിലും ചിക്കൻ കടായിയാണ്, പിന്നെ ചായയും വെച്ചിട്ടുണ്ട്. നേരത്തെ അടക്ക് വേണ്ടി കുഴച്ച അതേ അരി തന്നെയാണ് കേട്ടോ. ആ ഒരു ആമീസിൻ്റെ പൊടി അല്ലെങ്കിൽ നന്മേൻ്റെ പത്തിരിപ്പൊടി, ഏതും നമ്മൾ പത്തിൽ ചൂടുന്ന ആ ഒരു പൊടി. നമ്മളെ കണ്ണൂർ നമ്മളെ നാട്ടിൽ വേഗം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പത്തിലാണ്. ഒറോട്ടീൻ്റെ ഒരു വകയിൽ അനിയനായിട്ട് വരും. ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് പത്തിലും എഗ്ഗ് പൊട്ടാറ്റോ കറി എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുള്ളപോലെ സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഏത് പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചത് എല്ലാം അതിലുണ്ട്. 4 പത്തിലാണ് ചുട്ടിട്ടുള്ളത്. കല്ലുമ്മൽ വാട്ടി എടുത്തിട്ടുള്ളതാണ്. ചിക്കൻ കടായി ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എടുത്തു വെച്ചൊരു വായലുണ്ട്, അത് ഇങ്ങനെ ഞാൻ കവറിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാണ്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് ടിഷ്യൂന്ന് തുടച്ചിട്ട് എന്താക്കും ചുറ്റിയിട്ട് വെക്കും. ഇങ്ങനെ വെച്ചാലുണ്ടല്ലോ ഒരു മാസത്തോളം കേടുകൂടാണ്ട് നിൽക്കും. നാട്ടിൽ ഈ വായലിനൊന്നും ഒരു വിലയുണ്ടാവില്ല. നമ്മൾ ചപ്പ് എന്നാ പറയുക, വായച്ചപ്പ് എന്നാ പറയുക. എൻ്റെ തൊട്ടപ്പുറത്തൊരു നൈബേഴ്സ് ഉണ്ട്, അവർ കുറേ വായ ഉണ്ടാവും എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പം എത്ര വേണമെങ്കിലും പറിക്കുകയും തരും. ഉസ്മാനിക്കാന്ന് പറയും, അവരെത്ര വേണമെങ്കിലും പറിക്കുകയും തരും. അവർ പത്തിലൊന്നും ചുടൂല. അപ്പം ഞാൻ ചിലപ്പോൾ ചൂട്ടിയിട്ട് എക്സ്ട്രാ എന്താക്കും അവർക്കും കൊണ്ടു കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഇതിൽ കണ്ടില്ലേ ഇളയത്, നമ്മൾ ചള്ളെന്ന് പറയും, ആ ഒരു ഇളയ വായിലൊന്നും നമ്മൾ എടുക്കില്ല. കുറച്ച് മൂത്തതെല്ലാം പത്തിനെല്ലാം എടുക്കൽ. നമ്മൾ ഇവിടെ ആകുമ്പോൾ എല്ലാം എടുക്കും, ഒന്നും വേസ്റ്റ് ആക്കൂല. സദ്യക്കെല്ലാം കിട്ടുന്ന പോലത്തെ വായിലാണ് നമുക്കിവിടെ കിട്ടുക. കഴിഞ്ഞ ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ വായിലെടുക്കുന്നത്. അത് ഒന്നെടുക്കുന്ന സമയത്ത് അതിലൊരു 5-6 എണ്ണം ചുറ്റിയിട്ടുണ്ടാവും. അതിങ്ങനെ ഇല വേർതിരിച്ചിട്ട് ഞാൻ കവറിലാക്കി വെക്കുക ചെയ്യുക. നമ്മൾ ആ തണ്ട് മാറ്റിയിട്ട് കവറിനെടുത്ത വായിൽ ഒന്നുകൂടിയും കഴുകിയിട്ട് ഞാൻ തുടച്ച് അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആക്കിയിട്ട് പരത്തിയിട്ട് ഇതുപോലെ നിങ്ങൾ കണ്ടില്ല, അതുപോലെ ആക്കിയിട്ടാണ് വെക്കൽ. നിങ്ങൾ ഇവിടെ ഉള്ളോല് എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഫോയിലാണോ അല്ലെങ്കിൽ വായിലാണോ? പിന്നെ മെയിനായിട്ട് ഇല വാടി വരുന്ന ഒരു ടേസ്റ്റ് അതിൽ കിട്ടുന്നതുകൊണ്ട് വായിലയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒറോട്ടിപ്പത്തിൽ നമുക്ക് വായിലെ തന്നെയാണ് ഇഷ്ടം, അല്ലാണ്ട് അരിപ്പൊടി കൊണ്ട് കുഴച്ചിട്ട് അത്ര ഇഷ്ടമല്ല. അരി അരച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി കാണിക്കാം. ഞാൻ ഇവിടെ വാങ്ങിയ അരിയും അതെങ്ങനെയാണ് അരക്കേണ്ടതെന്നെല്ലാം ഞാൻ കാണിക്കാം. മിക്സിയിൽ നിന്ന് തന്നെയാണ് ഞാനിവിടെ ഒറോട്ടിപ്പത്തിലെല്ലാം ചുടൽ, നെയ്പ്പത്തിലും എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ചുടൽ. എനിക്ക് കറക്റ്റ് അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നാട്ടിൽ നിന്ന് ഗ്രൈൻഡറിന് അരി അരച്ച് ചൂടുന്ന അതേ ഫീലിംഗ് കിട്ടും. ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. ഇതുണ്ടല്ലോ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും. അത് മാത്രമല്ല ഇതിൻ്റെ മസാലയിൽ മിക്സ് ആകുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ മീൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വലിയ അയിലയാണ്, ആജിമ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് പൊരിച്ചിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഉമ്മയെല്ലാം വെക്കൽ നോർമൽ അങ്ങനെ തന്നെ മസാലയിൽ അയില ഇട്ടിട്ട് അത് പിന്നെ മുള്ള് മാറ്റിയിടലാണ്. അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്നലെ ക്ലീൻ ആക്കിയ ടേബിൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാവും. അവർ സ്കൂളിൽ പോകുന്ന ടൈമിന് അവരെ മുടുക്കുത്തിയും പിന്നെ പൗഡർ, ഹെയർ ബാൻഡ്, പിന്നെ കളിക്കുന്നതെല്ലാം കൂടിയിട്ട് അതിൽ ആയിട്ടുണ്ട്. സ്പ്രേയും കാര്യങ്ങളെല്ലാം. ഇവർ പോയി കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങ് ഉള്ളിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഇത് കൂടി വരും.
അതങ്ങനെയാണല്ലോ, ഒരു കസേരയും ഒരു ടേബിളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ഇട്ടിക്കൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു കമ്മല് കിഡ്സിൻ്റെ ആണ്. ഞാൻ 1 to 10 ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. എന്തായാലും അവരെ കളയും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ ഇടയിൽ ഇളയ മോള് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നേരെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റമദാനിലെ വരുന്നതല്ലേ, അപ്പോൾ ഫുൾ ക്ലീനിങ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ എൻ്റെ മൂടെല്ലാം പോയി, കാരണം അത്രക്കൊണ്ട് ക്ലീൻ ആക്കിയതിന്. കിച്ചൺ കബേർഡ് തുറന്ന സമയത്ത് ഇഷ്ടം പോലെ പാത്രങ്ങളും സാധനങ്ങളുണ്ട്, കുറേ തീർന്നുണ്ട്. ഫുൾ നെസ്ലിൻ്റെ ചായപ്പൊടിൻ്റെ ബോട്ടിൽ ഞാൻ അരിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ വെല്ലം ഇട്ട് വെച്ചിട്ടുണ്ട്, കടല ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബോട്ടിലും കളയൂല കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിയിട്ട് ഉണക്കിയിട്ട് ഉപയോഗിക്കുക ചെയ്യുക. ഇതിൻ്റെ സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ വാങ്ങുന്ന ബോട്ടിൽ തന്നെ ആയി കിട്ടും. ഇത് മാത്രമല്ല, ഐസ്ക്രീമിൻ്റെതും ന്യൂട്രലിൻ്റെ എല്ലാം ബോട്ടിൽ ചിലപ്പം മീനിട്ടിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. ന്യൂട്രലിൻ്റെ ബോട്ടിൽ നല്ലതാണ്, അതും ഞാൻ വേറെ എന്തെങ്കിലും പൊടികളെല്ലാം ഇട്ട് വെക്കാൻ എടുക്കും. കുറേ ഉണ്ട് ക്ലീൻ ആക്കാൻ. അപ്പോൾ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ ഇറങ്ങിയാനാവില്ല. ഈ ഒരു ഭാഗം കിച്ചണിൻ്റെ ഒരു കോണാണ്. ഇവിടെ ഒരു തട്ടടിച്ചിട്ടുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരിയും ഇതെല്ലാം ഇട്ട് വെച്ച ആ ഡബ്ബയെല്ലാം കഴുകിയിട്ട് അതിൽ വേറെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ബാക്കിയാക്കിയിട്ട് വെച്ചിട്ടുമുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അതും ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. തക്കാളി ഉള്ളിൻ്റെ എല്ലാം കൊട്ടയിൽ കപ്പെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട്. ഈ ഒരു ഫ്രിഡ്ജ് പോയ ഫ്രിഡ്ജാണ്, അതെടുക്കാൻ ഈ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സെല്ലാം തൂക്കിയിരുന്ന ആങ്കറില്ലേ, അത് വെച്ച് ഇവിടെ ആണി അടുപ്പിച്ചതാണ്. അത് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ സ്പൂണും പാനും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് അന്നേരം തന്നെ അതിൻ്റെ മുകളിൽ കൊളുത്തി വെക്കാം. പിന്നെ അതിൻ്റെ നേരെ അടിയിലത്തെ കബേർഡിലാണ് ഇത്. സ്പൂണെല്ലാം ഇട്ട് വെച്ചതെല്ലാം ഫുൾ മിക്സ് ആയിട്ടാണുള്ളത്. ഈ രണ്ടാമത്തെ കബേർഡിലാണ് ഞാൻ പൊടികളെല്ലാം ഇട്ട് വെക്കുന്നത്. മൂന്നാമത്തേൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതെല്ലാം ഇതിൽ വെക്കും, പിന്നെ ക്ലിപ്പിട്ട് വെക്കുകയും ചെയ്യട്ടെ. നമ്മൾ റമദാൻ ക്ലീനിങ് എന്നെല്ലാം പറയുമ്പം ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകും. കാരണം മക്കളും എല്ലാവരും കൂടിയിട്ട് ഫുൾ ക്ലീനിങ്. നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് നാട്ടിൽ പിന്നെ മാറാല കൂടുതലായിരിക്കും, മണ്ണാമ്പില നമ്മൾ പറയുക, അത് കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം തുടച്ച് ഫുൾ പൊടിയും ജനലെല്ലാം തുറന്നിട്ട് ക്ലീൻ ചെയ്യും. ഇവിടെ പിന്നെ ആ ജനലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് പിന്നെ റൂമും കാര്യങ്ങളും ഇതെല്ലാം ക്ലീൻ ആക്കലാണ്. കിച്ചൺ ഞാൻ പിന്നെ എടുത്ത് പുറത്തിട്ടതാണ്, കുറച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, കഴുകിയിട്ട് ഉണക്കിയിട്ടെല്ലാം വെക്കേണ്ടിയിട്ട്. ഇനി ഡബ്ബയും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഫുൾ തട്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. അതുപോലെ തന്നെ റൂമും ഉണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. റൂമിൽ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മക്കൾസ് എടുത്തതെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും അസ്സലാമു അലൈക്കും.